ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗേറ്റ് എക്സാമിങ് അടുത്തെത്തി കഴിഞ്ഞല്ലേ. അപ്പോൾ ഗേറ്റ് എക്സാമിന് വേണ്ടി എഴുതാൻ തയ്യാറായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് എന്താ പറയുക സജഷൻസ് ടിപ്സുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഗേറ്റ് എന്ന് പറയുന്ന എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ ഒരു സിവിൽ സർവീസ് എക്സാം ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എന്താ പറയുക, ഒരു UPSC എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആളുകൾക്കാണ് UPSC സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാറുള്ളത് അല്ലേ. അതേപോലെ ഗേറ്റ് എക്സാം എന്ന് പറയുന്നതും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരുപക്ഷെ എഞ്ചിനീയേഴ്സിന് ഇന്ത്യയിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ എഴുതാവുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ എക്സാമാണ്. IES എക്സാം ഉണ്ട്, അതും ഗേറ്റിൻ്റെ അതേ ഒരു ലെവലാണ് അല്ലേ. ആ ഒരു ലെവലിൽ നിൽക്കുന്ന എക്സാമാണ് IES എക്സാം അല്ലെ, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. അതേപോലെ തന്നെയാണ് ഗേറ്റ് എക്സാമും. ഗേറ്റ് എക്സാം എന്ന് പറയുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് പല ആളുകൾക്കുള്ള സംശയമാണ്, ഇതൊരു ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ് നമ്മൾ പലപ്പോഴും എക്സാമിനെ അപ്രോച്ച് ചെയ്യാറുള്ളത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ ഒരു അപ്രോച്ചോട് കൂടി അല്ല നിങ്ങൾ ഈ എക്സാമിന് പോകേണ്ടത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ എക്സാം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഇതിലൊരു 100 out of 100 സ്കോർ ചെയ്യുന്ന ഒരു എക്സാം അല്ല ഇത്. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാക്സിമം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ഈ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗേറ്റ് ക്രാക്ക് ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നീട് നടക്കുന്ന ഏതൊരു ടെക്നിക്കൽ എക്സാമിനും അത് നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഘടകമായിരിക്കും. സോ ഗേറ്റ് എക്സാമിന് വേണ്ടി വൺസ് ഇൻ എ ലൈഫ് ടൈം മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത് ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടക്കുന്ന ഏത് എക്സാംസുകളും, അത് ഏത് PSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, പിന്നുള്ള ഏത് എക്സാമും അതിൻ്റെ താഴെ വരുള്ളൂ. സോ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. സോ അതിൽ പരമാവധി എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ ഈ എക്സാമിനെ സിവിൽ സർവീസ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്തു. പക്ഷേ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകൾ എഴുതി കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോകുന്നത് 100-150 പേർക്കാണ്. എന്നാൽ ഗേറ്റ് അങ്ങനെയാണോ? അങ്ങനെയല്ല. ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ബിഗ്ഗർ ക്യാൻവാസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോപ്പായിട്ടുള്ള എന്താണ് പറയുക, നാഷണലൈസ്ഡ് കമ്പനീസിൽ, വലിയ വലിയ കമ്പനീസുകളിൽ, മഹാരത്ന കമ്പനി, നവരത്ന കമ്പനീസിലൊക്കെ ജോബിനുള്ള സാധ്യതയുണ്ട്. ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അങ്ങനെ പല പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷനിൽ ജോലിക്കുള്ള സാധ്യതയുണ്ട്. രണ്ടാമതൊരു ഘടകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് IISc, IITസിലൊക്കെ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ ഘടകം NITസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ സ്റ്റേറ്റുകളിലുള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അപ്ലൈ ചെയ്യാം. സോ ഇതൊരു ബിഗർ ക്യാൻവാസിൽ ബിഗർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു എക്സാമാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. ഒരിക്കലും ഗസ് വർക്ക് ഇവിടെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അറിയുന്ന ആൻസറുകൾ കൃത്യതയോടുകൂടി എഴുതാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഒരു എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ എക്സാം എഴുതുന്ന എല്ലാ ആളുകൾക്കും ഞാനൊരു ബിഗ് വിഷൻ ചെയ്യാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു എക്സാം അടിച്ചു പൊളിച്ച് എഴുതുക, ഉഷാറാക്കി എഴുതിയിട്ട് വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ.